ഗംഗാനദി കടന്ന് സംഘം വിശാല നഗരത്തിലെത്തി. വിശാല നഗരത്തിന്റെ കഥ എന്തെന്ന് രാമൻ വിശ്വാമിത്രനോടായി ചോദിച്ചു. വിശ്വാമിത്രൻ വിശാല നഗരത്തിന്റെ കഥ പറഞ്ഞു തുടങ്ങി. അല്ലയോ രാമ, കൃതയുഗത്തിൽ ദേവന്മാരും അസുരന്മാരും, എന്തിന് ഋഷിമാരും രോഗങ്ങളെ ഉന്മൂലനം ചെയ്യാനും വാർദ്ധക്യവും മരണവും ഒഴിവാക്കാനുമുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയായിരുന്നു. ക്ഷീരസാഗരം കടഞ്ഞാൽ അമൃത് ലഭിക്കുമെന്നും അമൃതിന് ജരാനരകളെ ഒഴിവാക്കാനും അമരത്വം പ്രദാനം ചെയ്യാനും കഴിവുണ്ടെന്നും പറഞ്ഞ ദേവന്മാർ അസുരന്മാരോടുകൂടി പാലാഴി കടയാൻ തീരുമാനിക്കുന്നു. അതിനായി കോലായി മന്ധരപർവ്വതം അഥവാ മഹേന്ദ്രപർവ്വതത്തെയും വടമായി വാസുകിയെയും ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു. പാലാഴി കടയുന്നതിനിടയിൽ പല വിശിഷ്ട വസ്തുക്കളും പൊങ്ങിവരുന്നു. ആദ്യം ഹലാഹല എന്ന കൊടിയ വിഷം വന്നു. സർവ്വചരാചരങ്ങളുടെയും നന്മയ്ക്കായി മഹാദേവൻ ഹലാഹല പാനം ചെയ്തു. പിന്നീട് പൊന്തി വന്ന ലക്ഷ്മി ദേവിയെ മഹാവിഷ്ണു തന്റെ പത്നിയായി സ്വീകരിച്ചു. അതിനുശേഷം സവിശേഷ പശുവായ കാമധേനു വന്നു. അത് വസിഷ്ഠന് നൽകി. പിന്നീട് ചന്ദ്രൻ വന്നു. അങ്ങനെ പലതും. കാത്തിരിപ്പിനൊടുവിൽ പൊങ്ങിവന്ന അമൃതകലശം അതിവിദഗ്ധമായി മോഹിനിവേഷം ധരിച്ച് ഭഗവാൻ നാരായണൻ ദേവന്മാർക്ക് മാത്രമായി നേടിക്കൊടുത്തു. എന്നാൽ ഈ സംഭവം ദേവന്മാരുടെയും അസുരന്മാരുടെയും ഇടയിൽ അതിഭീകരമായ യുദ്ധത്തിന് വീണ്ടും കാരണമായി. തൽഫലമായി അമരന്മാരായ ദേവന്മാർ അസുരന്മാരെ കൊന്നൊടുക്കാൻ തുടങ്ങി. കശ്യപന് ദിതിയിലുണ്ടായ പുത്രന്മാരാണ് അസുരന്മാർ, അതിഥിയിലുണ്ടായ പുത്രന്മാരാണ് ദേവന്മാർ. തന്റെ പുത്രന്മാരുടെ മരണവിവരമറിഞ്ഞ് ദിതി വളരെ വിഷമത്തിലായി. അവർ ദേവന്മാരുടെ നേതാവായ ഇന്ദ്രനെ വധിക്കാനായി അതിശക്തനായ ഒരു പുത്രനെ വേണമെന്ന് ആഗ്രഹിച്ചു. അവർ ദേവന്മാരുടെ നേതാവായ ഇന്ദ്രനെ വധിക്കാനായി ശക്തിമാനായ ഒരു പുത്രനെ വേണമെന്ന് ആഗ്രഹിച്ചു. പതിയായ കശ്യപന്റെ അനുവാദം വാങ്ങി ദിതി കഠിനമായ തപസ്സിലേർപ്പെട്ടു. തപസ്സിന്റെ വരപ്രസാദമായി ദിതി ഗർഭിണിയായി. ഇന്ദ്രൻ ദിതിയെ തുടർച്ചയായി നിരീക്ഷിക്കുകയായിരുന്നു. എന്തെന്നാൽ ദിതിയുടെ വയറ്റിലുള്ള പുത്രൻ തന്റെ ഘാതകനാകുമെന്ന് ഇന്ദ്രൻ ഭയപ്പെട്ടിരുന്നു. ഗർഭിണിയാവുന്ന വേള മുതൽ കുഞ്ഞിന്റെ ജനനം വരെ യാതൊരു തെറ്റും ദിതി ചെയ്യാൻ പാടില്ല എന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുന്ന പക്ഷം ഗർഭസ്ഥ ശിശുവിന് അപകടം സംഭവിക്കാം. ഇന്ദ്രൻ ഈ ഒരു അവസരത്തിനായി തക്കം പാർത്തിരിക്കുന്നു. ഒരു ദിവസം ദിതി തലയിണയിൽ തല വയ്ക്കുന്നതിനു പകരം കാലുകൾ വയ്ക്കുകയുണ്ടായി. പാദങ്ങൾ കയറ്റിവെച്ച് തലയിണ അശുദ്ധിയാക്കിയതിനാൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റു വന്നിരിക്കുന്നു. ഇന്ദ്രൻ ഈ ഒരു അവസരത്തിനായി തക്കം പാർത്തിരിക്കുകയായിരുന്നു. ഇന്ദ്രൻ ദിതിയുടെ ഗർഭപാത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിച്ചു. ആ ഭ്രൂണത്തെ 7 ഭാഗങ്ങളാക്കി. എന്നാൽ ഇങ്ങനെയൊരു ദ്രോഹം ചെയ്ത ഇന്ദ്രനെ ദിതി കുറ്റക്കാരനായി കണ്ടില്ല. അവർ അതെല്ലാം തന്റെ തെറ്റായി തന്നെ കരുതി. തന്റെ ശ്രദ്ധക്കുറവ് മൂലം സംഭവിച്ച വലിയൊരു തെറ്റായി തന്നെ അവർ ഇതിനെ കണ്ടു. ആയതിനാൽ ദിതി ഇന്ദ്രനോട് ആ 7 ഭ്രൂണഭാഗങ്ങൾക്കും ജീവൻ നൽകാൻ അപേക്ഷിച്ചു. അവരെ അവഹ, സംവഹ, പ്രവഹ, ഉൽവഹ, വിവഹ, പരിവഹ, വരവഹ എന്നീ രാജ്യങ്ങളുടെ അധിപന്മാരാക്കി മാറ്റാനും പറഞ്ഞു. അല്ലയോ രാമ, ഇവിടെ ഈ വിശാല നഗരത്തിലാണ് ദിതി കഠിന തപസ് ചെയ്തത്. ഇവിടെ വച്ചാണ് ഇന്ദ്രൻ അവരെ സേവിച്ചതും. അതാണ് ഈ നഗരത്തിന്റെ പ്രത്യേകത. വിശാല നഗരത്തിലെ രാജാവ് വിശാല വിശ്വാമിത്രനെയും കൂട്ടരെയും സ്വാഗതം ചെയ്തു. അവരൊരു രാത്രി അവിടെ തങ്ങി പുലർച്ചെ മിഥിലാപുരി ലക്ഷ്യമാക്കി പുറപ്പെട്ടു. മിഥിലയുടെ പ്രാന്തപ്രദേശങ്ങളിലെത്തിയ അവർ അതിമനോഹരമായ ഒരു ആശ്രമം കണ്ടു. പക്ഷേ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടമാകെ ശ്മശാനമുഖത്ത് തളം കെട്ടി നിന്നിരുന്നു. രാമൻ ആ ആശ്രമത്തിന്റെ കഥ എന്തെന്ന് ഗുരുവിനോടായി ആരാഞ്ഞു. വിശ്വാമിത്രൻ രാമനോടായി പറഞ്ഞു, ഇത് ഗൗതമാശ്രമമാണ്. താപസനായ ഋഷി ഗൗതമന്റെ ആശ്രമം. അദ്ദേഹം വർഷങ്ങളോളം ചെയ്ത കഠിന തപസ്സിനൊടുവിൽ പ്രത്യക്ഷനായ ബ്രഹ്മദേവൻ അഹല്യ എന്നൊരു അപ്സരസമാനിയായ സുന്ദരിയെ സൃഷ്ടിച്ചു. ഗൗതമ മഹർഷി അവളെ വിവാഹം ചെയ്തു. അവർക്കൊരു പുത്രനുണ്ടായി, സദാനന്ദൻ. എന്നാൽ ഒരിക്കൽ അഹല്യയെ കാണാനിടയായ ഇന്ദ്രന് അവളെ സ്വന്തമാക്കണമെന്ന മോഹമുദിച്ചു. ഗൗതമ മഹർഷി ഇല്ലാത്ത തക്കം നോക്കി മഹർഷിയുടെ രൂപം മാറി വന്ന ഇന്ദ്രൻ അഹല്യയെ സമീപിച്ചു. ശ്രേഷ്ഠനായ ഒരു തപസ്വിയുടെ പത്നിയായ അഹല്യയ്ക്ക് വന്നിരിക്കുന്നത് തൻ്റെ പതിയല്ല എന്ന് അറിയാമായിരുന്നു. എന്നാൽ കൂടി അവർ ഇന്ദ്രന്റെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുത്തു. ശേഷം ഇന്ദ്രൻ ആശ്രമത്തിന് പുറത്തു വരുമ്പോഴാണ് ഗൗതമ മഹർഷി തൻ്റെ രൂപത്തിലുള്ള മറ്റൊരാളെ കാണുന്നത്. നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മഹർഷി കമണ്ഡലുവിൽ നിന്ന് ജലമെടുത്ത് ധ്യാനിച്ച് ഇന്ദ്രന് തൻ്റെ സന്താനശേഷി ഇല്ലാതാകട്ടെ എന്ന് ശപിച്ചു. അഹല്യയെ ശപിച്ചൊരു ശിലയാക്കി മാറ്റുകയും ചെയ്തു. രാമൻ ഗൗതമാശ്രമത്തിലെത്തുമ്പോൾ അഹല്യയ്ക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നും പറഞ്ഞു. ശേഷം അദ്ദേഹം ആശ്രമം ഉപേക്ഷിച്ചു പോയി. രാമന്റെ വരവിനായി അഹല്യയും ഈ ആശ്രമവും അനേകായിരം വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. ഇതാ അതിനുള്ള സമയം ആഗതമായിരിക്കുന്നു. രാമ, നീ ഈ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചാലും വിശ്വാമിത്രൻ പറഞ്ഞു. രാമന്റെ പാദസ്പർശത്താൽ
അഹല്യയ്ക്കും ആശ്രമത്തിനും പുനർജീവൻ വച്ചു. ഗൗതമമുനി അവിടെ പ്രത്യക്ഷനായി. അഹല്യയും ഗൗതമമുനിയും ഒരുമിച്ച് രാമലക്ഷ്മണന്മാരെ അനുഗ്രഹിച്ചു. രാമലക്ഷ്മണന്മാരും വിശ്വാമിത്രനും ജനകന്റെ മിഥിലാപുരിയിൽ എത്തിച്ചേർന്നു. വിശ്വാമിത്രന്റെ വരവറിഞ്ഞ ജനകൻ വിശ്വാമിത്രനെ വരവേൽക്കാൻ ഓടിയെത്തി. എന്നിട്ട് അദ്ദേഹം വിശ്വാമിത്രനോടായി പറഞ്ഞു, അല്ലയോ ഗുരു, ഞാൻ നടത്തുന്ന യാഗം അവസാനിക്കാൻ ഇനി 12 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ തന്നെ അങ്ങേപ്പോലൊരു മഹാനെ വരവേറ്റതിൽ ഈ യാഗശാല പുണ്യഭൂമിയായി മാറിയിരിക്കുകയാണ്. അങ്ങേ യാഗം കഴിയുന്നതുവരെ ഇവിടെ ദയവായി തുടർന്നാലും. വിശ്വാമിത്രൻ ആതിഥ്യ മര്യാദ സ്വീകരിച്ച് ജനകനടുത്തായി ഇരിപ്പിടമുറപ്പിച്ചു. ജനകന്റെ കണ്ണുകൾ രാമലക്ഷ്മണന്മാരിലുടക്കി. സൂര്യചന്ദ്രന്മാരെ പോലെ തേജസ്സുള്ള 2 കുമാരന്മാർ. അവർ ഗജങ്ങളെപ്പോലെ നെഞ്ചു വിരിച്ചു നടക്കുന്നു. സിംഹത്തിന്റെ ഗാംഭീര്യമുള്ള ശബ്ദത്തിനുടമകൾ. കണ്ണുകൾ വിശാലവും താമര ഇതളുകൾ പോലെ വിടർന്നതും. ഏതോ ഗന്ധർവന്മാരാണെന്നേ തോന്നൂ. അവരെയും രാജാവ് സ്വാഗതം ചെയ്തു. വിശ്വാമിത്രൻ ജനകനോടായി പറഞ്ഞു, രാജാവേ, ഇവർ കോസല രാജാവായ ദശരഥന്റെ പുത്രന്മാരായ രാമനും ലക്ഷ്മണനുമാണ്. ഇവരാണ് എന്നെ സിദ്ധാശ്രമത്തിലെ യാഗം പൂർത്തിയാക്കാൻ സഹായിച്ചത്. അവർ നിരവധി രാക്ഷസന്മാരെ ഇതിനോടകം വധിച്ചിരിക്കുന്നു. അവർക്ക് മഹാദേവന്റെ വിശിഷ്ടമായ ധനുസ് കാണണമെന്നുണ്ട്. അവർ ധനുർവിദ്യയിൽ അഗ്രഗണ്യന്മാരാണ്. യാഗശാലയിൽ അവിടെ ഗൗതമ മഹർഷിയുടെ പുത്രൻ സദാനന്ദനുമുണ്ടായിരുന്നു. സദാനന്ദനോടായി വിശ്വാമിത്രൻ അഹല്യയും ഗൗതമ മഹർഷിയും ഒരുമിച്ച കാര്യങ്ങൾ വിവരിച്ചു. സദാനന്ദൻ അതീവ സന്തോഷവാനായി. സദാനന്ദൻ രാമനോടായി നന്ദി പറഞ്ഞു. കടുത്ത വിശ്വാമിത്രന്റെ ആരാധകനായ സദാനന്ദൻ രാമനോടായി വിശ്വാമിത്രന്റെ കഥ പറയാൻ തുടങ്ങി. ചാന്ദ്രവംശത്തിൽ പിറഞ്ഞ ഗതിയുടെ പുത്രനായ കൗശികൻ എന്ന വിശ്വാമിത്രൻ അതിപ്രശസ്തനായ ഒരു രാജാവായിരുന്നു. ഭരണകാര്യങ്ങളിൽ അതീവ തൽപരനായിരുന്ന ഇദ്ദേഹം തന്റെ സൈന്യവുമായി ഒരു യാത്ര പുറപ്പെട്ടു. അദ്ദേഹം പല പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ചു. ശ്രേഷ്ഠന്മാരായ നിരവധി ഋഷിമാരെ കണ്ടുമുട്ടി. അദ്ദേഹം ചെല്ലുന്ന ഇടത്തെല്ലാം ജനങ്ങളും ഋഷിമാരും അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം വരവേറ്റു. അങ്ങനെ അദ്ദേഹത്തിന്റെ യാത്ര ഋഷി വസിഷ്ഠന്റെ ആശ്രമത്തിലെത്തി. അതിമനോഹരമായ പൂക്കളും ഫലങ്ങളും നിറഞ്ഞ ആ ആശ്രമത്തിൽ മാനുകളും മുയലുകളും മയിലുകളുമെല്ലാം വിരാജിച്ചു നടന്നിരുന്നു. സിദ്ധന്മാരും ഗന്ധർവ കിന്നരന്മാരും സ്വൈര്യവിഹാരം നടത്തിയിരുന്നു. അവിടെ കുറച്ച് ഋഷിമാർ തപസ്സനുഷ്ഠിക്കുന്നത് അദ്ദേഹം കാണാനിടയായി. വസിഷ്ഠൻ അവരെ രാജമര്യാദകളോടെ സ്വീകരിച്ചു. അദ്ദേഹം അവർക്ക് ഫലങ്ങളും പാനീയങ്ങളും നൽകി. ജനങ്ങളുടെ നന്മയ്ക്കായുള്ള പദ്ധതികൾ വസിഷ്ഠനും കൗശിക മഹാരാജാവും ചർച്ച ചെയ്തു. തിരികെ മടങ്ങാനായി തുനിഞ്ഞ കൗശികനോടായി സദ്യസൽക്കാരത്തിനായി നിൽക്കണമെന്ന് വസിഷ്ഠൻ അപേക്ഷിച്ചു. വസിഷ്ഠന്റെ നിർബന്ധത്തിന് വഴങ്ങി കൗശികൻ അവിടെ നിൽക്കാൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് കൗശികൻ വസിഷ്ഠന്റെ പശുവായ കാമധേനു അഥവാ ശബലയെ കാണുന്നത്. വസിഷ്ഠൻ കാമധേനുവിനെ വിളിച്ച് വിശ്വാമിത്രനും സൈന്യത്തിനുമായി സദ്യ ഒരുക്കാൻ കൽപ്പിച്ചു. കാമധേനു ഞൊടിയിടയിൽ അത്രയും പേർക്ക് വേണ്ട ഗംഭീര സദ്യ ഒരുക്കി. ഇത് കണ്ട കൗശികൻ കാമധേനുവിനെ തനിക്ക് നൽകാൻ വസിഷ്ഠനോടായി പറഞ്ഞു. എന്നാൽ കാമധേനു തനിക്ക് സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണെന്നും തൻ്റെ ശരീരത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണെന്നും അതിനാൽ നൽകാൻ നിർവാഹമില്ലെന്നും വസിഷ്ഠൻ ഉണർത്തിച്ചു. കുപിതനായ കൗശിക രാജാവ് ബലമായി കാമധേനുവിനെ തൻ്റെ ഭടന്മാരെ ഉപയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ ഇതൊക്കെ കണ്ടിട്ടും വസിഷ്ഠൻ മൗനം പാലിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ കാമധേനു തൻ്റെ സകല ശക്തിയും എടുത്ത് ഭടന്മാരുടെ കയ്യിൽ നിന്നും മോചിതയായി. തിരികെ വസിഷ്ഠന്റെ പക്കലെത്തി അദ്ദേഹത്തോടായി ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് എന്നെ രക്ഷിക്കാത്തത്? എന്നോടുള്ള അങ്ങയുടെ താല്പര്യം കുറഞ്ഞു പോയോ? പക്ഷേ വസിഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് എങ്ങനെ നിന്നെ ഒഴിവാക്കാനാകും? നീ എനിക്ക് സ്വന്തം കൂടപ്പിറപ്പാണ്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല. പക്ഷേ ഞാൻ ഒരാൾ എങ്ങനെ അത്രയും വലിയൊരു സൈന്യത്തെ പരാജയപ്പെടുത്തും? അപ്പോൾ കാമധേനു പറഞ്ഞു, അല്ലയോ മഹാത്മൻ, അങ്ങയുടെ തപശക്തിക്ക് മുൻപിൽ ഒരു രാജാവിനും ഒരു അസ്ത്രത്തിനും പിടിച്ചു നിൽക്കാനാവില്ല. അങ്ങേക്കൊരു സൈന്യമാണ് വേണ്ടതെങ്കിൽ എനിക്കിത് നൽകാൻ സാധിക്കും. കാമധേനു ഉടൻ തന്നെ തൻ്റെ ശരീരത്തിൽ നിന്നും ആയിരക്കണക്കിന് പടയാളികളുള്ള ഒരു സൈന്യത്തെ സൃഷ്ടിച്ചു. ആ സൈന്യം കൗശികന്റെ സൈന്യത്തെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തി. പരാജിതനായി കൊട്ടാരത്തിലേക്ക് മടങ്ങിയ കൗശികൻ തൻ്റെ 100 പുത്രന്മാരെ വിളിപ്പിച്ച് വസിഷ്ഠാശ്രമം ആക്രമിച്ച് കാമധേനുവിനെ പിടിച്ചുകൊണ്ടുവരാൻ കൽപ്പിച്ചു. കൗശികന്റെ 100 പുത്രന്മാരും പരാജയപ്പെടുകയും അവരെ വസിഷ്ഠൻ കല്ലാക്കി മാറ്റുകയും ചെയ്തു. ഇതറിഞ്ഞ കൗശികൻ തൻ്റെ രാജപദവി ഉപേക്ഷിച്ച് തപസ്സിനായി വനത്തിലേക്ക് പുറപ്പെട്ടു. വർഷങ്ങൾ നീണ്ട തപസ്സിനൊടുവിൽ മഹാദേവൻ അദ്ദേഹത്തിന് മുൻപിൽ പ്രത്യക്ഷനായി വരം ആവശ്യപ്പെട്ടു. തൻ്റെ ശത്രുക്കളുടെ നിഗ്രഹത്തിനായി സവിശേഷമായ അസ്ത്രങ്ങൾ കൗശികൻ മഹാദേവനോട് ആവശ്യപ്പെട്ടു. മഹാദേവനിൽ നിന്ന് ലഭിച്ച ശക്തിയേറിയ അസ്ത്രങ്ങളാണ് കൗശികൻ രാമൻ ഉപദേശിച്ചു കൊടുക്കുന്നത്.
രാമൻ ലക്ഷ്മണനും അതേപ്പറ്റി മുൻഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വസിഷ്ഠന്റെ ബ്രഹ്മശക്തിയെ പരാജയപ്പെടുത്താൻ മഹാദേവൻ നൽകിയ ഒരസ്ത്രത്തിനും സാധിച്ചില്ല. ഏതൊരസ്ത്രത്തെക്കാളും മികച്ചത് ബ്രഹ്മശക്തിയാണെന്ന് തിരിച്ചറിഞ്ഞ കൗശികൻ ഒരു ബ്രഹ്മർഷിയാകണം എന്ന് തീരുമാനിക്കുന്നു. അതിനായി ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ട കഠിന തപസ് ആവശ്യമായിരുന്നു. കൗശികൻ കഠിന തപസ്സിനായി പുറപ്പെടുന്നു. എന്നാൽ കൗശികന്റെ കഠിന തപസ്സിൽ ഇടവേളകൾ ഉണ്ടാവുന്ന നിരവധി സന്ദർഭങ്ങൾ പിന്നീട് വരുന്നുണ്ട്. അവയാണ് ഇനി പറയുന്നത്. സദാനന്ദൻ രാമനോടായി കഥ തുടർന്നു. അങ്ങനെ തപസ്സിനായി കൗശികൻ വീണ്ടും ഘോരവനത്തിലെത്തി 1000 വർഷങ്ങൾ നീണ്ട ധ്യാനത്തിൽ ഏർപ്പെട്ടു. ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ രാജഋഷിയാക്കി മാറ്റി. എല്ലാ ദേവന്മാരും സന്യാസി വര്യന്മാരും കൗശികനെ രാജഋഷിയായി അംഗീകരിച്ചു. എന്നാൽ കൗശികൻ ഈ പദവിയിൽ തൃപ്തനായിരുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടത് ബ്രഹ്മർഷി പട്ടമായിരുന്നു. അതിനായി അദ്ദേഹം വീണ്ടും നീണ്ട ധ്യാനത്തിൽ ഏർപ്പെട്ടു. ഇത്തവണ കൗശികന്റെ ബ്രഹ്മർഷി മോഹം തകർത്തത് ഇക്ഷവകു വംശത്തിലെ രാജാവായ ത്രിശങ്കുവാണ്. ഒരിക്കൽ ത്രിശങ്കുവിന് ഉടലോടെ സ്വർഗത്തിലെത്തണമെന്നൊരു മോഹമുദിച്ചു. അദ്ദേഹം രാജഗുരുവായ വസിഷ്ഠനെ സമീപിച്ച് ഒരു യാഗം സംഘടിപ്പിക്കാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം രാജാവിന്റെ ആജ്ഞ നിരസിക്കുകയാണുണ്ടായത്. യാഗം നടത്താൻ വസിഷ്ഠന്റെ 100 പുത്രന്മാരെയും ത്രിശങ്കു സമീപിക്കുകയുണ്ടായി. അവരും രാജാവിന്റെ ആജ്ഞ നിരസിച്ചു. അതിനുശേഷം ത്രിശങ്കു രാജർഷി കൗശികനെ സമീപിച്ചു. വസിഷ്ഠൻ നിരസിച്ചു എന്ന കാരണത്താൽ കൗശികൻ ത്രിശങ്കുവിനെ സഹായിക്കാനായി തുനിഞ്ഞു. അതിനായി കൗശികൻ യാഗം നടത്തി ത്രിശങ്കുവിനെ സ്വർഗത്തിലേക്ക് അയച്ചു. പക്ഷേ ദേവന്മാർ ഉടലോടെ സ്വർഗത്തിലെത്തി ത്രിശങ്കുവിനെ അവിടെ നിന്നും താഴേക്കെറിഞ്ഞു. കുപിതനായ കൗശികൻ മറ്റൊരു സ്വർഗം നിർമ്മിക്കാനായി തുനിഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിയെ ചോദ്യം ചെയ്യുന്ന മറ്റൊരു സൃഷ്ടി പാടില്ല എന്ന് തീരുമാനിച്ച ദേവന്മാർ കൗശികനോടായി ഈ ഉദ്യമത്തിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെട്ടു. പകരം ത്രിശങ്കുവിനെ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ ഒരുവനാകാൻ അവർ അനുവദിച്ചു. അങ്ങനെ കൗശികന്റെ ബ്രഹ്മർഷിയാകാനുള്ള തപസ്സിലെ ആദ്യത്തെ ഇടവേളയായി ഇത്. ഇതുപോലെ കൗശികന്റെ തപസ്സിൽ വന്ന മറ്റൊരു ഇടവേളയാണ് ഇനി പറയുന്നത്. സദാനന്ദൻ കഥ തുടർന്നു. അംബരീഷ രാജാവ് അയോധ്യ ഭരിക്കുന്ന കാലം അദ്ദേഹം അശ്വമേധ യാഗം നടത്തുമ്പോൾ ഇന്ദ്രൻ യാഗാശ്വത്തെ മോഷ്ടിക്കുകയുണ്ടായി. യാഗത്തിന് കാർമ്മികത്വം വഹിച്ചിരുന്ന സന്യാസി വര്യന്മാർ നരബലി നൽകാനായി രാജാവിനോടായി പറഞ്ഞു. രാജാവ് ഇതിനായി ഋഷി രുചികയെ കാണുകയും നടന്നതെല്ലാം വിവരിക്കുകയും ചെയ്തു. ഇതിനൊരു പോംവഴി കണ്ടെത്തി തരാമെങ്കിൽ സ്വർണത്തെ കൂടാതെ 1,00,000 പശുക്കളെയും രുചികയ്ക്ക് നൽകാമെന്ന് രാജാവ് വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ രുചിക തന്റെ മൂത്തപുത്രനോടൊപ്പം യാഗത്തിൽ പങ്കെടുക്കാനാവില്ല എന്നറിയിച്ചു. അദ്ദേഹത്തിന്റെ പത്നിയാവട്ടെ ഇളയ പുത്രനോടൊപ്പവും പങ്കെടുക്കാനാവില്ല എന്ന് പറഞ്ഞു. എന്നാൽ രുചികയുടെ രണ്ടാമത്തെ പുത്രൻ താൻ നരബലിക്ക് തയ്യാറാണെന്ന് അറിയിച്ചു. അംബരീഷ രാജാവ് താൻ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ രുചികയ്ക്ക് നൽകി രുചികയുടെ രണ്ടാമത്തെ പുത്രനായ സുനസേബനെ യാഗശാലയിലേക്ക് കൊണ്ടുപോയി. യാഗശാലയിലേക്ക് വരും വഴി രാത്രി സമയം അവർ കൗശികാശ്രമത്തിൽ തങ്ങി. അവിടെ ഋഷി കൗശികൻ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. സന്യാസി വര്യനെ കണ്ട സുനസേബ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് തന്റെ ജീവൻ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. ആ ബാലകന്റെ സങ്കടം കണ്ട കൗശികൻ തന്റെ തപസ് മുറിച്ച് അവനെ രക്ഷിക്കാമെന്ന് ഉറപ്പുകൊടുത്തു. അതിനായി നരബലി നടക്കുന്ന സമയം ജപിക്കാനായി ഒരു വിശേഷപ്പെട്ട മന്ത്രം ഓതിക്കൊടുത്തു. നരബലി നടക്കുന്ന സമയം സുനസേബൻ ഈ മന്ത്രം ജപിച്ചു. ഇന്ദ്രനും അഗ്നിദേവനും ഈ മന്ത്രത്താൽ പ്രസാദിച്ച് സുനസേബന്റെ ജീവൻ രക്ഷിക്കുകയുണ്ടായി. ഇതായിരുന്നു കൗശികൻ ബ്രഹ്മർഷിയാവൻ നടത്തിയ തപസ്സിലെ രണ്ടാമത്തെ ഇടവേള. മൂന്നാമത്തെ തടസ്സം നേരിട്ടത് അപ്സരസായ മേനക നിമിത്തമായിരുന്നു. കൗശിക മഹർഷി എല്ലാ ദിവസത്തെ പോലെയും സ്നാനത്തിനായി പുഴയിലെത്തി. അപ്പോൾ അവിടെ അപ്സരസുന്ദരി മേനക സ്നാനം ചെയ്തു വരികയായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിന് പെട്ടെന്നൊരു ചാഞ്ചാട്ടം തോന്നി. കൗശിക മഹർഷി അവരെ തന്റെ ആശ്രമത്തിലേക്ക് ക്ഷണിച്ചു. 10 വർഷത്തോളം അവർ ഒരുമിച്ച് ആശ്രമത്തിൽ ജീവിച്ചു. 10 വർഷങ്ങൾക്ക് ശേഷമാണ് കൗശിക മഹർഷി താൻ ബ്രഹ്മർഷിയാവാനുള്ള തപസ് മുഴക്കിയ കാര്യം ഓർമ്മ വരുന്നത്. അദ്ദേഹം മേനകയോട് തിരിച്ചു പോകാനായി കൽപ്പിച്ചു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ തപസ്സിൽ നേരിട്ട മൂന്നാമത്തെ ഇടവേള. വീണ്ടും അദ്ദേഹം വർഷങ്ങൾ നീണ്ട തപസ്സിൽ ഏർപ്പെട്ടു. കഠിനമായ തപസ്സിന്റെ ഫലമായി അദ്ദേഹത്തിന് തന്റെ ജ്ഞാനേന്ദ്രിയങ്ങളെ ജയിക്കാനായി. അഹംഭാവം നശിച്ചു. ഭക്ഷണം പൂർണ്ണമായി ഉപേക്ഷിക്കാൻ സാധിച്ചു. ശ്വാസവായു മാത്രം കൊണ്ട് ജീവിക്കാനും പരിശീലിച്ചു. അദ്ദേഹം അടുത്തതായി ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങി. ദേവന്മാർ അദ്ദേഹത്തിന്റെ തപസ്സിന് ഭംഗം വരുത്താനായി അപ്സരസുന്ദരി രംഭയെ അങ്ങോട്ടേക്ക് അയച്ചു. എന്നാൽ രംഭയ്ക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലാക്കാനായില്ല. കൗശികൻ വീണ്ടും തപസ് തുടർന്നു. കൗശിക മഹർഷിയുടെ കഠിന തപസ് പ്രകൃതിയിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായി. ദേവന്മാർ ഭയചകിതരായി. അവർ ബ്രഹ്മദേവനെ സമീപിച്ച് മഹർഷിയുടെ ആഗ്രഹം സബലീകരിക്കണമെന്ന് അപേക്ഷിച്ചു. ഒടുവിൽ സാക്ഷാൽ ബ്രഹ്മദേവൻ
കൗശിക മഹർഷിയുടെ മുൻപിൽ പ്രത്യക്ഷനായി അദ്ദേഹത്തെ ബ്രഹ്മർഷി വിശ്വാമിത്ര എന്ന് അഭിസംബോധന ചെയ്തു. അവിടെയുണ്ടായിരുന്ന വസിഷ്ഠമുനിയും കൗശിക മഹർഷിയെ ബ്രഹ്മർഷിയായി അംഗീകരിച്ചു. ഇന്നു മുതൽ നീ കൗശികൻ എന്നല്ല, വിശ്വാമിത്ര, അതായത് പ്രപഞ്ചത്തിന്റെ സുഹൃത്ത് എന്നറിയപ്പെടും എന്ന് ബ്രഹ്മാവ് അരുൾ ചെയ്തു. ഗൗതമന്റെ പുത്രനായ സദാനന്ദൻ വിശ്വാമിത്രന്റെ കഥ പറഞ്ഞു നിർത്തി. രാമലക്ഷ്മണന്മാർ തങ്ങളുടെ ഗുരുവിന്റെ മഹത്തായ ഭൂതകാല കഥകൾ കേട്ട് രോമാഞ്ചം കൊണ്ടു. അപ്പോഴേക്കും ജനക മഹാരാജാവ് മഹാദേവന്റെ ധനുസിന്റെ മഹത്വം വിവരിക്കാൻ തുടങ്ങിയിരുന്നു.